ഹായ് എവ്രി വൺ, ലക്ഷ്യ സ്കൂൾ പ്ലസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മളൊരു പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നിങ്ങളുടെ ഹോസ്റ്റായിട്ട് വരുന്നത് ഞാൻ അനറ്റാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് മിസ്റ്റർ മുഹമ്മദ് റാഫി സാറാണ്. സർ ലക്ഷ്യ സ്കൂൾ പ്ലസിലെ അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ്. അതിനോടൊപ്പം തന്നെ സാറ് CA CMA ക്ലാസ്സസും എടുക്കാറുണ്ട്. സർ ഒരു MCOM പോസ്റ്റ് ഗ്രാജുവേറ്റും CMA ഫൈനലിസ്റ്റുമാണ്. സർ വെൽക്കം ടു ദി ഷോ. താങ്ക് യു അനറ്റ്. സർ, ലക്ഷ്യ സ്കൂൾ പ്ലസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. അതിൻ്റെ തുടക്കകാലം തൊട്ട് കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഈ ലക്ഷ്യ സ്കൂൾ പ്ലസ് എന്താണ്, അതുപോലെ സാറിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? യെസ്, നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസ് 3rd അക്കാഡമിക് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസിൻ്റെ ആദ്യ കാലത്ത് അല്ലെങ്കിൽ ആദ്യ ക്ലാസ് തന്നെ എൻ്റെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ലക്ഷ്യ സ്കൂൾ പ്ലസ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ അനറ്റ്? അപ്പോൾ നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മളൊരു +1 +2 ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ അതുപോലെ കരിയർ ഗൈഡൻസ് സെഷൻസുകൾ തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ പലരും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾ സ്കൂളിൽ പോയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു അധ്യാപകൻ തന്നെ 80 കുട്ടികളെ 100 കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പം ഓരോരുത്തരും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ലിമിറ്റഡ് ടൈം കൊണ്ട് പഠിപ്പിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കൊരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് പോലെ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഗൈഡ് പോലെ നമ്മൾ അവർക്ക് വേണ്ട ടോപ്പിക്സുകളിൽ അവരുടെ സബ്ജക്ട്സുകൾ നമ്മൾ യൂട്യൂബിലൂടെ അവർക്ക് ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് ചർച്ച ചെയ്യാം, ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലക്ഷ്യ സ്കൂൾ പ്ലസ് എന്നുള്ളത്. സോ ലാസ്റ്റ് 3 years ആയിട്ട് ലക്ഷ്യ സ്കൂൾ പ്ലസിൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ റിവിഷൻസുകളായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ടും സൂമിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും യൂട്യൂബിലൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒരുപാട് നല്ല അനുഭവങ്ങൾ ലക്ഷ്യ സ്കൂൾ പ്ലസിലൂടെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നും അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ സാർ, ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു സാർ പറഞ്ഞു. അതിലേതെങ്കിലും ഒരു മെമ്മറബിൾ മൊമെൻ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാടുണ്ട്. നമ്മുടെ ഒരുപാട് ഇത്തരത്തിലുള്ള പാഷനേറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സുകളാണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ മാർച്ചിൽ +2 എക്സാംസുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിൽ നമ്മൾ ഓഫ്ലൈൻ ക്രാഷുകളൊക്കെ പോലെ 2 day റിവിഷൻ 3 day റിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് വരുന്ന കുട്ടികൾ അക്കൗണ്ടൻസി ആയിരിക്കും കൂടുതൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. കാരണം അവരുടെ ഏറ്റവും വലിയ പേടിയായിട്ട് അവർ കാണുന്നൊരു സബ്ജക്റ്റ് ആയിരിക്കും അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് എത്തിയ ആ ഒരു രാവിലെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തന്നെ അവരുടെ മുഖം കാണുമ്പോഴേ അറിയാം അവരെന്തോ എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുങ്ങി നിൽക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 2 ചോദ്യം ചോദിച്ചു. ബേസിക്കലി ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ലക്ഷ്യ സ്കൂൾ പ്ലസിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ 2 ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ പൊതുവെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ദെൻ സെക്കൻഡ് ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ എത്ര മാർക്കാണ് വേണ്ടതെന്ന് ഞാൻ ചോദിക്കും. ആ 2 ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആ 2 ചോദ്യത്തിനും എനിക്ക് ഉത്തരം കിട്ടാറുള്ളത്, ഒന്ന് അക്കൗണ്ടൻസി ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവരൊരു ഇഷ്ടമല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് എനിക്ക് മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ നിന്ന് കിട്ടാറുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എത്ര മാർക്ക് വേണമെന്നുള്ള ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ എത്ര മാർക്ക് വേണമെന്ന് അവരോട് ചോദിക്കുന്ന സമയത്ത്, സാറേ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്, അല്ലെങ്കിൽ സാറേ ഡബിൾ പാസ്, അങ്ങനെ കുറച്ച് പേര് ഡബിൾ പാസ് എന്നെങ്കിലും പറയും. ആ ഒരു ക്ലാസ് റൂമിൽ 1-2 കുട്ടികളെ സാറേ A+ കിട്ടണം സാറേ എന്നൊക്കെ പറയുള്ളൂ. ഫുൾ മാർക്കൊന്നും ആരും പറയില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ മാർച്ച് മാസത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഫെബ്രുവരിയിലായിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ആ സമയത്ത് ക്ലാസ്സിലിരിക്കാം. അപ്പോൾ 2 ദിവസം ക്ലാസ്സുകൾ കഴിഞ്ഞു. ഒരുപാട് ബാച്ചസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്സുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് പറഞ്ഞത് ഇപ്പോഴും നല്ലൊരു മെമ്മറബിൾ മൂമെൻ്റായിട്ട് ഞാൻ ഓർത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ആ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് സാർ അക്കൗണ്ട്സ് ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം സാറേ, ആ ഒരു ഭയങ്കര സ്ട്രഗിളിൽ നിൽക്കുന്ന ഒരു ടൈമിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് ലീവ് ചെയ്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എഴുതി വെച്ചോ, ഞാൻ അക്കൗണ്ടൻസിൽ A+ മേടിക്കും. അപ്പോൾ ആ ഒരു കൺവേർഷൻ, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളിലേക്ക് സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എപ്പോഴും ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്കിപ്പം നമ്മൾ മേടിക്കുന്ന സാലറിയേക്കാളും നമുക്ക് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്റെ റിസൾട്ടാണല്ലേ. അതെ. അപ്പോൾ അത് ഇങ്ങനെ ഒരാൾ വന്ന് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സാർ വളരെ ഹാപ്പി ആയിട്ടുണ്ടാവുമല്ലോ. അതെ. ഓക്കെ സാർ, അതുപോലെ സാർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയാം. അത് വളരെ പാടാണെന്നും വളരെ ബോറിംഗ് ആണെന്നും ഒക്കെ ഉള്ള ഒരു പൊതുവായ ധാരണയുണ്ട്.
ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ അനായാസമായിട്ടാണ് സാർ എടുക്കുന്നത്. സാറിൻ്റെ ട്രേഡ് സീക്രട്ട് എന്താണ്? അങ്ങനെ സീക്രട്ടുകളൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാണ്. എന്നാലും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ സയൻസിൽ മാത്സ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അവരുടെ ഒരു പേടിയാണ്. അതേപോലെ തന്നെയാണ് കൊമേഴ്സിൽ. അപ്പോൾ സയൻസ് ടഫാണ്, മാത്സ് ഉണ്ട് എന്ന് വിചാരിച്ചാണ് കൊമേഴ്സ് എടുക്കുക. അപ്പോൾ ചോദിക്കുക അവിടെ അക്കൗണ്ടൻസി ഇല്ലെന്നാണ്. ഈ ഒരു സിസ്റ്റമാണ് അവിടെ ഉണ്ടാവുക. ഈവൻ ലാസ്റ്റ് വീക്ക് എൻ്റെ ബ്രദർ +2 കൊമേഴ്സ് പഠിക്കുകയാണ്. അവർ സ്കൂൾ മീറ്റിംഗ് പോയ സമയത്ത് ടീച്ചേഴ്സ് അവിടെ പാരൻസിനോടൊക്കെ പറയാണ് അക്കൗണ്ടൻസി അല്ലാത്ത ബാക്കി എല്ലാ വിഷയങ്ങളും സിമ്പിളാണ്, എന്നിട്ടും മാർക്ക് കുറഞ്ഞു. അപ്പോൾ ഈവൻ ടീച്ചേഴ്സ് പോലും ആ ഒരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന കുട്ടികളെ ഈ ഒരു തോട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നും മാറ്റുക, അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ആ ഒരു വാശിയോടുകൂടെ തന്നെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വരുന്നത് സീക്രട്ടിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഭാഷ എന്നാണ് പറയുക. ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നമ്മൾ റീസെൻ്റ്ലി മരണപ്പെട്ട എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വാരൻ ബഫറ്റൊക്കെ അക്കൗണ്ടൻസി ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ അനറ്റിനോട് ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം നമ്മളൊരു ഹിന്ദി ഭാഷ, അപ്പോൾ നമുക്ക് വായിക്കാൻ അറിയാം, എഴുതാനും അറിയാം. നമ്മൾ എവിടെയെങ്കിലും നോക്കിയിട്ട് വായിച്ചു എഴുതി, അല്ലെങ്കിൽ വായിക്കാതെ തന്നെ നമ്മൾ എഴുതി. അത് നമ്മളിപ്പോൾ ഗർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അർത്ഥം അറിയാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ അത് വീടാണെന്ന് അയാൾക്കറിയില്ല. വെറും ഗർ എന്ന് എഴുതി. അപ്പോൾ അയാൾക്ക് ആ ഭാഷ അറിയുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. പക്ഷേ അയാൾക്ക് വായിക്കാനറിയാം, എഴുതാനറിയാം, പക്ഷേങ്കിൽ ആ ഭാഷ അയാൾക്ക് അറിയില്ല. അപ്പോൾ ഇതേപോലെയാണ് അക്കൗണ്ടൻസി. കുറേ ടേബിളുകൾ ഉണ്ടാവും, കുറേ കോളമുകൾ ഇങ്ങനെ ഉണ്ട്. 4 കോളം ഇവിടെ, 4 കോളം അവിടെ, ഈ കോളത്തിൽ ഇത് എഴുതുക, ഈ കോളത്തിൽ അത് എഴുതുക. അതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് അക്കൗണ്ടൻസി ആയി മാറുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാറുള്ളത് അക്കൗണ്ടൻസി കാണാതെ പഠിക്കരുത്. ഒരു പ്രോബ്ലം പേപ്പറാണ്, കാണാതെ പഠിക്കരുത്. അപ്പോൾ സാറേ അപ്പോൾ സ്റ്റുഡൻസ് ചോദിക്കുന്നത് സാർ എക്സാമിൽ തിയറിറ്റിക്കൽ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പേജിൽ തിയറി കൊടുക്കും. 2 പേജിൽ സെലക്റ്റഡ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന തിയറികൾ 2 പേജിലായിട്ട് അവർക്ക് കൊടുക്കും. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാനുള്ളത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യം ഈ 2 പേജ് മാത്രമാണ്, വേറൊന്നും നിങ്ങൾ കാണാതെ പഠിക്കരുത്. അപ്പോൾ അതിൽ നിന്നുള്ള തിയറി ക്വസ്റ്റ്യൻസുകളെ വരുള്ളൂ, നമുക്കറിയാം. പിന്നെ ബാക്കിയുള്ള പ്രോബ്ലംസുകളൊക്കെ നമ്മൾ എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള രീതിയിൽ, എന്തിനാണ് ഇതിങ്ങനെ എന്നുള്ള രീതിയിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസിലൂടെ നമുക്കിത് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ആവും, അവർക്കത് പഠിക്കാനുള്ള താല്പര്യം വരും. കാരണം ഈ അക്കൗണ്ടൻസി ഇഷ്ടപ്പെടുമ്പോഴാണ് ആക്ച്വലി കൊമേഴ്സ് ഇഷ്ടപ്പെടുക പ്രധാനമായിട്ട്. കാരണം എവിടെ പോവുകയാണെങ്കിലും, കൊമേഴ്സിൻ്റെ കരിയറിലേക്ക് പോവുകയാണെങ്കിലും, വേറെ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും, എവിടെയാണെങ്കിലും ഞാൻ തന്നിട്ട് പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടൻസി ഉണ്ട്. അപ്പോൾ ഇത് സെറ്റായാൽ നമ്മൾ വീടിന് ബേസ് നല്ല ക്ലിയർ ആക്കും എന്ന് പറഞ്ഞ പോലെ അക്കൗണ്ടൻസിയുടെ ബേസ് നമ്മൾ സെറ്റാക്കുന്നത് ഈ ഒരു സമയത്താണ്. അത് അടിപൊളിയായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കാണാതെ പഠിക്കാതെ തന്നെ അവർ പലപ്പോഴും പറയാറുള്ളത് സാറേ ഒരുപാട് ജേണൽ എൻട്രികൾ, ഒരു ചാപ്റ്ററിൽ വേറെ ജേണൽ എൻട്രി, മറ്റേ ചാപ്റ്ററിൽ വേറെ രീതിയിൽ. അപ്പോൾ അതൊന്നും കാണാതെ പഠിക്കാതെ അവർക്ക് കോൺസെപ്ച്വലി റിയൽ ലൈഫ് എക്സാമ്പിൾസിലൂടെ എൻഗേജ് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നല്ല എനർജറ്റിക് ആയിട്ട് അവരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഡേ ടു ഡേ അവർക്ക് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ സാർ. അപ്പോൾ നമ്മുടെ സ്കൂൾ പ്ലസ് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെ ആണല്ലോ നമ്മൾ ഈ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോവിഡിന് മുമ്പ് ഒരു ഏലിയൻ കോൺസെപ്റ്റാണ്. അപ്പം മേ ബി ഒരു 2 to 8% സ്റ്റുഡൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന, എന്നാൽ അതിനൊരു വാല്യൂ ഇല്ലെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം വളരെ ട്രെൻഡ് കയറി വരുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ്. അപ്പം ഓൺലൈനിലൂടെ പഠിപ്പിക്കുമ്പോൾ സാറ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, അതായത് പഠിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും എന്തൊക്കെയാണ്? അതെ, അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇല്ലാത്തൊരു റെവല്യൂഷനാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനടക്കം നമ്മളാരും ആ ഒരു ലെവലിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുകയോ ചെയ്യാത്തൊരു സിസ്റ്റമായിരുന്നു അത് എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും ഇതിൽ ആപ്റ്റായിപ്പോയി. ഇപ്പോൾ ഈവൻ പറഞ്ഞു നമ്മൾ പഠിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എന്ന് പറയുമ്പം നമുക്ക് സ്റ്റുഡൻസിൻ്റെ പ്രസൻസ് ഇല്ല, അവർ നമ്മുടെ മുമ്പിലില്ല. ഇനിയിപ്പോൾ നമ്മളൊരു സൂമോ ഗൂഗിൾ മീറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ വീഡിയോ ഓണാക്കി സംസാരിക്കാം, ഡൗട്ട് ചോദിക്കാം, അതേപോലെ തന്നെ അവരുടെ ഓഡിയോ ഓണാക്കാനൊക്കെ നമുക്ക് സംസാരിക്കാം, പറയാൻ വേണ്ടി പറ്റും. എന്നാൽ നമ്മൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്ക് ഈവൻ അതുപോലും പോസിബിൾ അല്ല. അവരുടെ ആ ഒരു കമൻസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ കാണുന്നത് ക്യാമറയെ മാത്രം.
നമ്മൾ ചിരിക്കുന്നത് ക്യാമറ മാത്രം, നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് എല്ലാം ഈ ക്യാമറയോട് മാത്രം, ക്യാമറയുടെ കണ്ണിനോട് മാത്രം സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ കമൻസ് മാത്രം. ആ കമൻസ് തന്നെ സംടൈംസ് ഇവർ പാരൻസിൻ്റെ ഒക്കെ മെയിൽ ID എന്നൊക്കെ ആയിരിക്കും യൂട്യൂബിൽ കയറി ഉണ്ടാവുക. അപ്പോൾ പാരൻസിൻ്റെ പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ പാരൻസിനെയൊക്കെ നമ്മൾ വിളിക്കുന്നതൊക്കെ. അപ്പോൾ ആ രീതിയിലായിരിക്കും ക്ലാസ്സുകളൊക്കെ ഓൺഗോയിങ് ആയി കണ്ടിരിക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ യൂട്യൂബ് ക്ലാസ്സൊക്കെ എടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ക്യാമറ നമ്മൾ സ്റ്റുഡൻസിന് ഒരു ടീച്ചിങ് എന്ന് പറയുമ്പം സ്റ്റുഡൻസ് ടീച്ചർ ഒരു ബോണ്ട് അവിടെ വേണം, ടീച്ചറെ കാണണം. അതേപോലെ അതുകൊണ്ട് നമ്മൾ ഓഫ്ലൈൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ടീച്ചർ സ്റ്റുഡൻറ്റ് മുമ്പിലുണ്ട് എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി. സ്റ്റുഡൻറ്റും അതേപോലെ തന്നെ എൻ്റെ ടീച്ചർ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പം ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി. അപ്പോൾ പിന്നീട് നമ്മളെന്തായി, നമുക്കത് ആപ്റ്റായി. നമ്മൾ ഓരോ കുട്ടികൾക്കും വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ക്യാമറ കണ്ണുകൾക്കപ്പുറത്ത് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള മെൻറ്റാലിറ്റി നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ട് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ നമുക്കതൊക്കെ ആപ്റ്റായി. അപ്പോൾ സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ കാണുമ്പോഴും അവർക്ക് ഒരു ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കുന്ന ഒരു ഫീല് വരും. അത് അവരുടെ ഒരു ബെനിഫിറ്റാണ്, ആ ഒരു രീതിയിലേക്ക് വരും. അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ മാരത്തോൺ റിവിഷൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസുകൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരും. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന മാർച്ചിൽ എക്സാമിനൊക്കെ 4000 കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കാണാനുണ്ടായിരുന്നു. 4000 കുട്ടികൾ, 2000 കുട്ടികൾ, 1000 കുട്ടികളൊക്കെ എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരികയായിരിക്കും. നമുക്കാണെങ്കിൽ ഒരു സിംഗിൾ ഡേ കൊണ്ട് എൻറ്റയർ 1 ഇയറിലെ സിലബസുകൾ കവർ ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ ഇവരുടെ ഇൻഡിവിജ്വലി ചോദ്യങ്ങൾ ചോദിക്കുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമായിരിക്കാം, അതിന് ശേഷമായിരിക്കും ഈ കുട്ടി കയറി വന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് ആ ഒരുപാട് സ്റ്റുഡൻസുകൾ വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടി, എസ്പെഷ്യലി യൂട്യൂബിലാവും. സൂമിലൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റുഡൻസുകളെ പലപ്പോഴും ഉണ്ടാകാറുള്ളൂ. യൂട്യൂബിലേക്ക് വരുമ്പോൾ ഞാൻ ഫേസ് ചെയ്തുള്ള മറ്റൊരു പ്രശ്നം അതാണ്. ഇനി സ്റ്റുഡൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബുദ്ധിമുട്ട് എന്ന് പറയാൻ മാത്രം ഇല്ല. കാരണം അവർക്ക് എല്ലാം ഓക്കെയാണ്. അവരുടെ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് എന്തെങ്കിലും ഡിവൈസസ് വിത്ത് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എനി ടൈം എനിവെയർ അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ക്ലാസ് കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റായിട്ട് തോന്നുന്നത്. പക്ഷേങ്കിൽ അവരത് ഇരിക്കണം. നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സ്റ്റുഡൻസ് ആകുമ്പം അവരത് ഇരിക്കാനുള്ള മെൻറ്റാലിറ്റിയും അവർക്ക് അതിനുള്ള എന്താ പറയുക സ്പേസും അവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് സക്സസ് ആകാൻ വേണ്ടി പറ്റും. സാർ നിർത്തിയെടുത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങാം. വളരെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നൊരു ജനറേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതായത് അങ്ങനത്തെ ഒരു ജനറേഷനാണ്. അപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ വളരെ കുറവുള്ളൊരു ജനറേഷനെ ഈ പറഞ്ഞതുപോലെ സൂമിലൊക്കെ ആണെങ്കിൽ നേരിട്ട് വീഡിയോ ഒക്കെ ഓണാക്കിയെങ്കിലും പഠിപ്പിക്കാം. പക്ഷേ യൂട്യൂബിലാവുമ്പോൾ ചിലപ്പോൾ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആവാം, അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും. അപ്പം ഈ അറ്റൻഷൻ സ്പാൻ കുറവുള്ള ആൾക്കാരെ പിടിച്ചിരുത്താൻ സാർ ചെയ്യുന്നത് എന്താണ്? അതെ, ഒന്നാമത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ചെറിയൊരു വിളിപ്പേരുണ്ട്, ഗ്ലൂക്കോസ് പൊടി എന്നുള്ളത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 മണിക്കൂർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ 4ാമത്തെ മണിക്കൂറിലും ആ സ്റ്റാർട്ടിങ്ങിലുള്ള അതേ എനർജിയിൽ ഞാൻ നിൽക്കും. ഞാൻ പറഞ്ഞ സമയത്തുള്ളിൽ ക്ലാസ് അവസാനിപ്പിക്കാറില്ല. കാരണം ഞാൻ അതിലങ്ങോട്ട് മുഴുകിപ്പോകും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ എനർജിയിൽ അവരെ പിടിച്ച് നിർത്തും. ഫസ്റ്റ് റീസൺ. പിന്നെ നമ്മുടെ ലക്ഷ്യം സ്കൂൾ പ്ലസിലേക്ക് വരുന്ന സമയത്ത് അവരെ എൻഗേജ് ചെയ്ത് നിൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് അവർക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഓരോ +1 ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും +2 ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും അവർക്ക് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അവർ ആഡഡ് ആകും. അപ്പോൾ അതിനകത്തേക്ക് നമ്മളുടെ സ്ട്രക്ചേർഡ് നോട്ട്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ അവർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ അവർ അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ പോൾ ക്വസ്റ്റ്യൻസുകൾ അവർക്ക് കൊടുക്കും, മെൻറ്റർഷിപ്പുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അതും കംപ്ലീറ്റ്ലി ഫ്രീ എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ ആരും കൊടുക്കുന്നില്ല, അങ്ങനെ ആരും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ നോട്ട്സുകൾ റെഫർ ചെയ്താൽ മനസ്സിലാവും. നമ്മൾ ഡേ ബൈ ഡേ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പം ഒരു ടോപ്പിക്ക് നമ്മൾ ഒരു ഇയറിൽ പല ടൈമിൽ എടുക്കേണ്ടി വരും. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം അവർക്ക് ക്ലാസ് എടുക്കും. അത് ഓണം എക്സാം, ഫസ്റ്റ് ടൈം എക്സാം ആകുമ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യും. ക്രിസ്മസ് എക്സാം ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യും. പബ്ലിക് എക്സാം ഒന്നുകൂടെ അവർക്ക് റിവൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ ഒരു വർഷം നമ്മൾ 4, 5, 6 തവണകളൊക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. അപ്പോൾ ഓരോ തവണ സെയിം ടോപ്പിക്കാണെങ്കിലും നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ നോട്ടിനേക്കാളും എന്തെങ്കിലും സംതിങ് ബെറ്റർ അവർക്ക് അട്രാക്റ്റീവായിട്ട് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കണ്ടാൽ അവർക്ക് ഇത് മനസ്സിലാവണം. പല ചാർട്ട് രൂപത്തിലായിട്ട് പല പിക്ചേഴ്സുകൾ ആഡ് ചെയ്തുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിൽ നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്ത് അവർക്കത് നമ്മൾ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ട് കൊടുക്കും ക്ലാസ് കഴിയുമ്പം. അപ്പോൾ അവർക്കത് കിട്ടുകയും ചെയ്യും ക്ലാസ്സുകൾ. അപ്പോൾ നമ്മുടെ ആ ഒരു എനർജിയും അതേപോലെ തന്നെ നമ്മുടെ
അവരെ എൻഗേജ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സും ഈ നോട്ട്സുകളും ആകുമ്പം അവർക്ക് മടുക്കത്തില്ല. അവർക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ആ ഒരു മെൻറ്റാലിറ്റിയും കൊടുക്കും. അതേപോലെ തന്നെ അവരെ നമ്മൾ കോൾ ചെയ്ത് ചോദിക്കാറുണ്ട്, എന്തൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് നോട്ട്സുകൾ കിട്ടുന്നുണ്ടോ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ അവരോട് നമ്മൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ചോദിക്കും, എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ. അതിനനുസരിച്ച് നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് ഉള്ളൊരു പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. യെസ്. ഓക്കെ സാർ, ഇപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചോദിച്ചു. ഇനി ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ്, അതായത് അതൊരു സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിലും പറയാം, ആസ് എ ടീച്ചർ എന്നും സാറിന്. യെസ്, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് യൂട്യൂബിലാണല്ലോ. അപ്പം നമുക്കിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ ക്ലാസ്സിൽ ലിമിറ്റഡ് ആയ ഒരു 40-60 ക്ലാസ്സുകളിലെ കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്താം. സൂമിലാകുമ്പോഴും നമ്മൾ സെലക്റ്റഡ് ആയ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നമ്മൾ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പം എനി ടൈം എനിവെയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇതിലേക്ക് ആക്സസ് കിട്ടും. ആർക്ക് വേണമെങ്കിലും ഇത് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായി എന്നുള്ള ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് അവരുടെ മൈൻഡിലേക്ക് വരണ്ടാവും. ലക്ഷ്യ സ്കൂൾസിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, ഈവനിങ് പോയിട്ട് ഒരു 1 hour ഇരുന്നാൽ മതി, റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റും, നോട്ട്സും കിട്ടും. അപ്പോൾ അവർക്കൊരു സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ഒരു ലൈഫ് അവരുടെ +1 +2 കൊടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമായിട്ട് ലക്ഷ്യ സ്കൂൾ ബസ്സും ഞങ്ങളെല്ലാവരും കാണുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ. നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും നമ്മൾ ലക്ഷ്യ സ്കൂൾ ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നോർമലി ഒരു ക്ലാസ് എടുക്കുക എന്നതിനപ്പുറത്തേക്ക്, ഇപ്പോൾ എസ്പെഷ്യലി ഞാനൊരു പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച ഒരാളാണ്. അതേപോലെ നമ്മുടെ 8 ഫാക്കൽറ്റീസും അത്രയും എക്സ്പെർട്ടായിട്ടുള്ള 10-ലധികം വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസുകളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ക്ലാസ് എടുക്കുന്നതോടുകൂടി തന്നെ അവർ ഗൈഡും ചെയ്യും. അതായത് നമുക്കിപ്പം 2 ദിവസം ക്ലാസ്സിൽ ഇരുന്നൊരു കുട്ടിയെ മനസ്സിലാകും ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തിന് ഇയാൾ ആപ്റ്റാണ്, എന്തിന് പറ്റില്ല, അതിനനുസരിച്ചിട്ട് അവരെ ഗൈഡ് ചെയ്യാനും നീ ഇത് എടുക്കണമെന്ന് ഞാൻ പറയും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ലക്ഷ്യ സ്കൂൾ ബസ് നമ്മൾ 3 year ആയി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2023 സ്റ്റുഡൻറ്റ് എനിക്ക് റീസെൻ്റ്ലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ അന്ന് എന്നോട് CA ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ CA ഫൗണ്ടേഷൻ എക്സാം ക്ലിയറായി, CA ഫൗണ്ടേഷൻ ഇതാണ്, CA ഇൻ്റർ ഇതാണ്. നമുക്ക് ചിലപ്പോൾ അവരെ ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്പർ സേവ് ഉള്ളവരൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഓരോരുത്തരെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ ഗൈഡും ചെയ്യും, നീ ഇത് ചെയ്യണം കേട്ടോ, നീ ഇത് ചെയ്യണ്ടെന്ന് തന്നെ പറയും ചില ആൾക്കാരോട്. കാരണം അവർക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഡോക്ടറാകാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല, പേഷ്യൻസും വേണ്ടേ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുകയും അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് നമ്മൾ ക്ലാസ്സിലൂടെയും അല്ലാതെയും അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ബെനിഫിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്കൊരു മൊബൈലും ഒരു നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ അവർക്കിരുന്ന് കാണാം. അവർ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം അത് നമ്മൾ പറയും. അതുപോലെ അവർ അത് കേട്ടത് ചെയ്തിട്ടുണ്ടെങ്കിൽ A+ എന്നതിനപ്പുറത്തേക്ക് മുഴുവൻ മാർക്കും വാങ്ങും. ഒരുപാട് കുട്ടികൾ നമ്മൾ ക്ലാസ് കേട്ടിട്ട് 200 അക്കൗണ്ട്സ് 200 +2 ഉണ്ടാവുക, 200 വാങ്ങിയിട്ടുണ്ട്, A+ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസുകൾ തന്നെ നമ്മളിത് വിളിച്ച് പറയും, നമുക്കിത് അയച്ചേരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഓൺലൈൻ സിസ്റ്റം ആകുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ സാർ, ഇനിയൊരു കോമൺ മിസ്കൺസെപ്ഷൻ ചോദിക്കാം. അതായത് ഈ സയൻസ് സ്റ്റുഡൻസ് +1 +2 പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഈ GEയും നീറ്റും എൻട്രൻസ് കോച്ചിങ് ഒക്കെ ഉണ്ടാവും. അതുപോലൊരു എൻട്രൻസ് കോച്ചിങ് ആണോ ഈ ലക്ഷ്യ സ്കൂൾ പ്ലസ് കൊമേഴ്സ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യും? അല്ല, ഒരിക്കലും അല്ല. അതായത് നമുക്കറിയാം സയൻസിലെ പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ എൻട്രൻസ് എക്സാമുകളുണ്ട്. എന്നാൽ നമ്മുടെ കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളിൽ അത്തരം ഒരു എൻട്രൻസ് എക്സാമുകളില്ല. നമുക്ക് ചില യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ പല കോഴ്സുകളിലേക്ക് നമ്മളിപ്പോൾ MBA IIMസിലാണെങ്കിൽ CAT ഉണ്ട്. അതേപോലെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഗ്രാജുവേഷൻ അഡ്മിഷൻ എടുക്കുന്നത് CUET ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോളേജുകളിലേക്ക്, യൂണിവേഴ്സിറ്റികളിലേക്കും എൻട്രൻസ് എക്സാമുകൾ ഉണ്ട് എന്നല്ലാതെ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ, കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA, ACCA, CMA, CS പോലത്തെ കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാം ഇല്ല. SLC കഴിഞ്ഞ അല്ലെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് എങ്ങനെ ഡയറക്റ്റ്ലി, അത് ഏത് സ്ട്രീം ആയിക്കോട്ടെ, അവർക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു +1 +2 എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു ബേസാണ്. അതായത് നിങ്ങൾ ഏത് പ്രൊഫഷണൽ കോഴ്സിൽ പോയാലും അതിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ലെവൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴും ആ ഒരു ലെവലിൽ തന്നെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ എൻട്രൻസ് എക്സാം അല്ല, അതിൻ്റെ ഫൗണ്ടേഷനും അല്ല, ബട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മൾ +1 +2 ട്യൂഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഈ ഒരു ലക്ഷ്യയിൽ നമ്മുടെ CA ഫൗണ്ടേഷൻ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട്.
+1 കൂടെ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട്. വീക്കെൻഡ് ബാച്ചായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് അവരുടെ സ്കൂളിൽ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഫൗണ്ടേഷൻ്റെ ക്ലാസ്സുകളും കേൾക്കുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ എക്സ്ക്ലൂസീവ്ലി അവരുടെ ഫൗണ്ടേഷൻ്റെ ക്ലാസ്സുകളുമുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സൂമിലൂടെ അവർക്ക് പ്രൈവറ്റായിട്ട് അവർക്ക് എക്സ്ട്രാ നമുക്ക് യൂട്യൂബിന് പുറമെ അവർക്കും ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എൻട്രൻസ് ആയിട്ടല്ല, +1 +2 മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഫൗണ്ടേഷൻ ലെവലാണ് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ളത്. ആ പ്രൊഫഷണൽ കോഴ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ്. അത് നമ്മൾ ലക്ഷ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെടുക്കുന്നവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, +1 +2 കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ സർ, മനസ്സിലായി. അപ്പം ഇനി എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. അതായത് ഇപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ, സർ പറഞ്ഞു ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് തിരിയാമെന്ന്. അതെ. അതിലൊരു എക്സെംഷനും ഇല്ലേ? എങ്ങനെയാ? അതായത് ഇപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഏത് സ്ട്രീം എടുത്താലും ഏത് കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സുകളായ ACC, CMA, CS പ്രവേശനം ഉണ്ടെന്നാണ് സാർ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഒരു 3 ലെവലുകളായിട്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എന്നുള്ളത്. ACC, CMA, USA വരുന്ന സമയത്ത് തന്നെ പേരുകളൊക്കെ ചെറുതായി മാറും. അപ്പോൾ എന്തിനേലും ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് അവിടെ നമ്മൾ A മുതൽ പഠിക്കും. A to Z വരെയുള്ള കാര്യത്തിൽ A മുതൽ പഠിക്കും. അപ്പോൾ +1 +2 കൊമേഴ്സ് എടുത്ത ആളാകുമ്പം അവർ പഠിച്ച കാര്യങ്ങളും കൂടി ഇതിൽ വരും. അവർക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിലേക്ക് വരാം. എന്നാൽ നേരം നമ്മൾ ബാക്കിയുള്ള സ്ട്രീമുകളിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു പുതിയ കാര്യമായിരിക്കാം. എന്നാലും അവർ ആദ്യം തൊട്ട് പഠിക്കുന്നുണ്ട്. അവരാദ്യം മുതലേ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ കൊമേഴ്സ് സ്റ്റുഡൻസിനെ തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. റീസെൻ്റ്ലി CA ക്വാളിഫൈ ചെയ്യുന്ന കൂടുതൽ പിള്ളേരും സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വരുന്നത് 40% അതിൽ കൂടുതൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ലെവൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മാത്തമാറ്റിക്സ് ഒരു പേപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്ക് അതൊരു ബെനിഫിറ്റാണ്. കൊമേഴ്സിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവർ മാത്സ് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഏത് ലെവലിലുള്ള ആളുകളാണെങ്കിലും കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകൾ അവർക്ക് ആപ്റ്റായിരിക്കും. ഓക്കെ സാർ, അപ്പം പുതിയതായിട്ട് കൊമേഴ്സിലേക്ക് വരുന്ന ന്യൂബീസിനോട് എന്തെങ്കിലും ടിപ്സ് സാറിന് പറയാനുണ്ടോ? അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ച് മുമ്പ് വരെ നമ്മൾ കൊമേഴ്സ് എടുത്തിരുന്നത് ഒന്നുകിൽ സയൻസ് ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ സയൻസിന് എടുക്കാനുള്ള മാർക്ക് എനിക്കില്ല എന്നുള്ള പെർസ്പെക്റ്റീവിലും, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പം അത് വേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലും ഇതിൻ്റെ സെൻട്രൽ നിൽക്കുന്ന ഒരാളായിരുന്നു കൊമേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവൻ ഞാനടക്കം ആ ഒരു രീതിയിൽ എടുത്ത ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുക, എത്തുന്നിടത്ത് എത്തട്ടെ എന്നുള്ള രീതിയിൽ പോയ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇന്ന് ഞാൻ കൊമേഴ്സ് എടുത്തതിൽ അഭിമാനിക്കുന്നുണ്ട്, അത്രയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം കൊമേഴ്സ് എടുത്തിട്ട് നമ്മൾ കൊമേഴ്സിൽ പഠിക്കുന്ന സബ്ജക്ട്സുകൾ ഏതും ആയിക്കോട്ടെ അത് നമുക്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് റിയൽ ലൈഫ് എക്സാമ്പിൾസിലൂടെ പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മാത്സിൽ പറയും, മാത്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ X, Y, tan, cos എന്നൊക്കെ കേൾക്കും. അതൊക്കെ എന്തിനാന്ന് പോലും ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പക്ഷേ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോന്നും അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ഒരു ബിസിനസ്സിൻ്റെ കണക്ക് നോക്കണം, അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്ന മൈക്കിൻ്റെ കോസ്റ്റ് എത്ര തീരുമാനിക്കേണ്ടത് അവരാണ്. അതേപോലെ തന്നെ നമ്മൾ കമ്പനി സെക്രട്ടറി ആയിക്കോട്ടെ, നമ്മൾ ഇവിടുത്തെ നിയമങ്ങളാണ് പഠിക്കുന്നത് കമ്പനി സെക്രട്ടറി എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റിയാണ് ഞാൻ ചെറുതായൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻട്രസ്റ്റോടുകൂടെ മനസ്സിലാക്കിയിട്ട് ഇത് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുമെന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഞാൻ അനിറ്റിനോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ തീരുമാനിക്കാം, ഞാൻ തന്നെ നമ്മൾ സമയക്കുറവുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. നമ്മൾ യാത്ര പോകാൻ നമ്മൾ ആദ്യം തീരുമാനിക്കുക നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും പെട്ടെന്ന് എത്തണം. ഇതാണ് ഒരു യാത്ര പോവുകയാണെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഇത് കാര്യം ചിന്തിക്കുക അല്ലേ. നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് സമയക്കുറവിനുള്ളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലത്തെത്തണം. ആക്ച്വലി നമ്മുടെ കരിയർ എന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാലും ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ ആ യാത്ര അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് എന്ന് പറയുന്നൊരു യാത്ര എത്രയും പെട്ടെന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസിലേക്ക് എത്തിക്കാൻ കൊമേഴ്സാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഏറ്റവും ചിലവ് കുറഞ്ഞ, ഞാൻ 3 വേർഡും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ഏറ്റവും പെട്ടെന്ന് അതേപോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസിലേക്ക്. ഞാൻ 21 വയസ്സിൽ ലക്ഷ്യയിൽ അധ്യാപകനായിട്ട് കയറിയ ഒരാളാണ്. അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് കൊമേഴ്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളിൽ മൈൻഡിലേക്ക് വരികയും അതുകൊണ്ട് എനിക്ക് കൊമേഴ്സ് എടുക്കണമെന്നും എനിക്ക് പെട്ടെന്ന് ചെറിയ ചിലവിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടെ തന്നെ എന്ത് ചെയ്യുക, +1 കൊമേഴ്സ് എടുക്കണം. അത് റീസെൻ്റ്ലി കൊമേഴ്സിൻ്റെ കോമ്പറ്റീഷൻസ് കൂടി വരുന്നുണ്ട്, കൊമേഴ്സിലേക്ക് അഡ്മിഷൻസ് കൂടി വരുന്നുണ്ട്, പണ്ടത്തെ ഒരു പെർസ്പെക്റ്റീവൊക്കെ മാറി വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മളും ചേഞ്ച് ആവണം എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇപ്പോഴത്തെ കാലത്തെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്.
അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പിന്നെ എന്താ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് സർ. യെസ് അനറ്റ്, അത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അനറ്റ് ചോദിച്ചിരുന്നു. സോ ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അവരവരുടെ ഫ്രണ്ട്സിനോടും മറ്റും ഷെയർ ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു സെഷനിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തതിന് അനറ്റിനും താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു വിശ്വസിക്കുന്നു. കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ലക്ഷ്യ പേജ് തീർച്ചയായും ഫോളോ ചെയ്യുക. Until then, it's me, Annette, signing off. Bye-bye.